ഡിയേഴ്സ്, നമ്മുടെ ഇർറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ അഭിന്നക ഗുണനം എന്ന ചാപ്റ്ററിൽ എന്തായാലും 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങളുടെ പരപ്പളവ്. നമ്മൾ ഇതിൽ 2 ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ 2 ഇക്വേഷനും ചിലപ്പോൾ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഷുവർ ആണ്. അപ്പൊ നിങ്ങൾ ഇത് പഠിക്കാൻ മറക്കരുത്. അപ്പൊ എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആരെങ്കിലും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കുക, ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന് എന്താടാ പറയാ? സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്നാണ് അല്ലേ പറയാ. അങ്ങനെ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളതാണ്. അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാലെടാ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് സമം √3/4 a² ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ആരാണ് ഈ എ? ആരാണ് എ? സിമ്പിൾ ആണ് കാര്യം. അതായത് നമ്മളുടെ ഇതിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെ. ഈ സൈഡ് എത്രയാണോ അവനാണ് എ. ഓക്കെ, എ എന്ന് പറയുന്നത് സൈഡ് ആണ്. അപ്പൊ √3/4 a² ആണ് എന്ത്? നമ്മളുടെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇതുപോലെയാണ്. ഫോർ ഈച്ച് ഓഫ് ദി ലെങ്ത് ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദാറ്റ് ആസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. ചില സമഭുജ ത്രികോണങ്ങളുടെ ഒരു വശത്തിന്റെ നീളം ചുവടെ കൊടുത്തിരിക്കുന്നു, പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് കണ്ടിട്ടുണ്ട്, രണ്ടാമത്തതും 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് അല്ലെ. അപ്പൊ ഒന്നാമത്തതിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഒന്നാമത്തതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, ഇവിടെ ഒരു സൈഡ് 8 സെന്റിമീറ്റർ ആണ് അല്ലെ. 8 സെന്റിമീറ്റർ ആണ്. അതായത് 8 എന്താടാ? എ ആണ് അല്ലെ. 8 എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ എ ആണ്. നമുക്കറിയാം ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? √3/4 a² ആണ്. ദാറ്റ്സ് ഈക്വൽ ടു √3/4 എത്രയായിരിക്കും? 8² അല്ലെ. 8² ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്താടാ വരിക? √3/4 × 64 ആണ് അല്ലെ. ദാറ്റ്സ് ഈക്വൽ ടു 64/4 എത്രയാടാ? √3 × 64/4 എന്ന് പറയുമ്പം ഇതിൽ 1 ഉണ്ട്, ദെൻ 24 6 ഉണ്ട് അല്ലെ. 24 6 4 ആണ് 24 എന്ന് പറയുന്നത്. അതായത് 16 ആയിരിക്കും. ദാറ്റ് ഇസ് 16√3 ആണ് എന്ത്? നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ √6 എന്തായിരിക്കും? നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ, എത്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നത്. ദെൻ അടുത്ത നമ്മൾ പറയുന്നത് ഈ സൈഡ്സ് ഒന്നും ഈക്വൽ അല്ല, ഡിഫറെന്റ് സൈഡ്സ് ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണെങ്കിൽ എങ്ങനെയാണ് കാണാന്നുള്ളതാണ്. അതായത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ സമഭുജ ത്രികോണമായിരുന്നു അല്ലെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്താണ്? സൈഡ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഒന്നിന്റെ ലെങ്ത് എ ആണ്, ഒന്നിന്റെ ലെങ്ത് ബി ആണ്, ഒന്നിന്റെ ലെങ്ത് സി ആണ്. ഓക്കെ, ലെങ്ത് ഒക്കെ ഡിഫറെന്റ് ആണ്. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ പറഞ്ഞാൽ എങ്ങനെയാ കാണാന്നുള്ളതാണ്. അതിനുള്ള ഇക്വേഷൻ എന്താ? പിടിച്ചോ, ഇതാണ്. ഏരിയ ഈസ് ഈക്വൽ ടു S × √S × S - A × S - B × S - C ആണ്. സിമ്പിൾ അല്ലേ കാര്യം? √S × S - A × S - B × S - C ആണ്. പരപ്പളവ് എന്താണ്? √S × S - A × S - B × S - C. മറക്കരുത് √S × S - A × S - B × S - C ആണ്. ദെൻ അടുത്ത നിങ്ങളുടെ ചോദ്യം, ആരാടാ എസ്? ആരാണ് മിസ്സേ എസ് എന്നുള്ളതായിരിക്കും അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല. എസ് ഈസ് ഈക്വൽ ടു എന്താന്ന് വെച്ചാൽ ഈ 3 സൈഡ്സ് കൂടി കൂട്ടിയാൽ A + B + C കൂട്ടിയിട്ട് /2 കൊണ്ട് ഹരിക്കുന്നതാണ് ആര്? നമ്മളുടെ എസ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഈ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സും നമ്മളുടെ ഡിഫറെന്റ് ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഏരിയ കാണാനുള്ള, പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √S × S - A × S - B × S - C ആണ്. ഇവിടെ A B C എന്ന് പറയുന്നത് എന്താടാ? എയും ബിയും സി എന്ന് പറയുന്നതും ഇതിന്റെ 3 സൈഡ്സ് ആണ്. എസ് എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ A + B + C/2 ആണ് എസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 18, 10 and 14 സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം 18 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, 14 സെന്റിമീറ്റർ ആയിട്ടുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്ക്, എങ്ങനെയായിരിക്കും ചെയ്യാ? എങ്ങനെയാ നമുക്കറിയാം അല്ലെ. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? √S × S - A × S - B × S - C ആണ്.
ഇനി നമുക്കറിയുന്ന മറ്റൊരു കാര്യമാണ് എന്താണ് എയും ബിയും സിയും എന്താണ് ഇതിന്റെ സൈഡ്സ് ആണ് അല്ലെ. അതായത് എ ബി സി, എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എ എന്ന് പറയുന്നത് 18 എടുക്കുന്നു, ബി എന്ന് പറയുന്നത് 10 എടുക്കുന്നു, സി എന്ന് പറയുന്നത് എത്രയാണ്? 14 എടുക്കുന്നു. അടുത്ത ആരെയാണ് കാണേണ്ടത്? നമ്മളുടെ എസിനെയാണ് കാണേണ്ടത്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും? എ എന്ന് പറഞ്ഞാൽ 18 ആണ്, 18 പ്ലസ് 10 പ്ലസ് 14 ബൈ 2 ആണ്. എന്ത് വരുടാ? 18ഉം 10ഉം 28, 28ഉം 10ഉം 38ഉം 42 വരും അല്ലെ. 42 ബൈ 2 ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 21 ആണ് എന്ത്? നമ്മളുടെ എസ് എന്ന് പറയുന്നത്. നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? നോക്ക് എസ് എന്ന് പറയുന്നത് 21 ആണ്. 21 ഇൻറ്റു 21 മൈനസ് 18 ഇൻറ്റു 21 മൈനസ് 10 ഇൻറ്റു 21 മൈനസ് 14. ഇനി നോക്ക് 21 ഇൻറ്റു 21 മൈനസ് 18 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഇടാ വരിക? 18 എന്ന് പറയുമ്പോൾ 3 എന്നാണ് അല്ലേ വരിക. 3 ഇൻറ്റു 21 മൈനസ് 10 11 ഇൻറ്റു 21 മൈനസ് 14 എന്ന് പറയുമ്പോൾ 7 അല്ലേ. 7 ആണ്. ഇനി നോക്ക്, നിങ്ങൾക്ക് അറിയാലോ, നോക്ക് ഇവിടെ നോക്ക്. 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഇൻറ്റു 7 21 ആണ് അല്ലേ. 21 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് ഓഫ് 21 ഇൻറ്റു 21 ഇൻറ്റു എന്തായിരിക്കും? 11 ആണ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 21 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ എന്താടാ? 21 ഇൻറ്റു 21 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് 21 സ്ക്വയർ എന്ന് പറയാം അല്ലേ. 21 സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 21 സ്ക്വയർ ഇൻറ്റു 11 എന്ന് എഴുതാം. ദെൻ ഇതിനെ നമുക്ക് മാറ്റി എഴുതിക്കൂടെ? എന്ത് എഴുതാം? റൂട്ട് 21 സ്ക്വയർ ഇൻറ്റു റൂട്ട് 11 എന്ന് എഴുതാം അല്ലേ. റൂട്ട് 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ് റൂട്ട് 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 21 ആണ് അല്ലേ. റൂട്ട് 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 21 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? യെസ്, ഇവനെ കൊണ്ട് മാറ്റി വെക്കാം. അപ്പോൾ റൂട്ട് 21 സ്ക്വയർ നമുക്ക് 21 എന്ന് എഴുതാൻ പറ്റും. റൂട്ട് 11 ഇങ്ങനെ തന്നെ എഴുതി. ദെൻ എന്താണ് നമ്മളുടെ ആൻസർ? 21 റൂട്ട് 11 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കുക. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് എന്തായാലും എടാ ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ത്രികോണങ്ങളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്തായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിന്റെ ഏരിയ എങ്ങനെയാ കാണാന്നുള്ളതാണ് അല്ലേ. എങ്ങനെയായിരുന്നു മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എന്താണ്? നമ്മളുടെ √3/4 ആണ്. എ എന്ന് പറഞ്ഞാൽ സൈഡ് ആണ് അല്ലേ. ദെൻ നമ്മൾ 3 സൈഡ്സും ഡിഫറെന്റ് ആണ്. എങ്ങനെയാടാ കാണുക? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. എയും ബിയും സിയും എന്താണ്? അതിന്റെ സൈഡ്സ് ആണ്. എസ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ മറക്കണ്ട, എന്തായാലും പഠിച്ചോ. അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Okay, bye-bye.